ഇതല്പം സ്പൈസിയാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെയും അതുപോലെ തന്നെ പൊറാട്ടയുടെയൊക്കെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വ്യത്യസ്തമായ ചിക്കൻ കറിയാണ്. അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഞാൻ ആദ്യമേ എടുത്തു വച്ചിരിക്കുന്നത്. തക്കാളിയുണ്ട്, ഉള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പിന്നെ നമുക്ക് വേണ്ട ചിക്കൻ ബ്രസ്റ്റുമാണ്. എല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. നമുക്ക് വേണ്ട ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു വെജിറ്റബിൾ ചോപ്പർ വെച്ച് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പറയാത്ത ഒന്നുകൂടി ഉണ്ട്, അത് ക്യാപ്സിക്കമാണ്. അത് ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ഞാൻ കട്ട് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ പേസ്റ്റ് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് അതാണ് നല്ലത്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് എണ്ണ മതി. ബട്ടർ മെൽറ്റ് ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ അതിനകത്ത് ആയിക്കോളും. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ച് വേണേൽ ബട്ടർ മെൽറ്റാക്കി എടുക്കാനായിട്ട്. ബട്ടർ നല്ലപോലെ മെൽറ്റായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ജീരകം ചേർക്കാവുന്നതാണ്, നല്ല ജീരകമാണ്. ഇനി നമുക്കിതിലേക്ക് സവോള ചേർക്കാവേ. നമ്മളിത് വെജിറ്റബിൾ ചോപ്പർ വെച്ച് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കൊണ്ട് വളരെ പൊടിയായിട്ടാണ് അരിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഗ്രേവി നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുവേ. സവോള നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പുകൂടെ ചേർക്കാവേ. ഇങ്ങനെ ഉപ്പ് ചേർത്ത് ഇളക്കുവാണെങ്കിൽ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഏത് കറിയാണെങ്കിലും അതിന് വേണ്ടി സവോള വഴറ്റുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അതിനകത്തേക്ക് ഉപ്പിട്ടങ്ങ് വഴറ്റും, പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട്. സവോള വഴറ്റിക്കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ചേർക്കാവുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അതും വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ക്യാപ്സിക്കവും ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് അതും നമ്മൾ ചേർക്കുന്നുണ്ട്. എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ തക്കാളീനെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാവേ. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ലിഡ് മാറ്റിയിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട സ്പൈസസ് ആണ് നമ്മളിനി ചേർക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾ പൊടിയാണ്. ഇനി വേണ്ടത് നമുക്ക് മുളക് പൊടി. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ കളറിന് വേണ്ടി നമ്മൾ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയുമാണ് കേട്ടോ. എരിവുള്ള മുളക് പൊടി 1 സ്പൂണാണ് ഇട്ടതെങ്കിൽ കാശ്മീരി മുളക് പൊടി നമ്മൾ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാലയാണ്. കറിയിലേക്ക് വേണ്ട സ്പൈസസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഗ്രേവി ഒന്ന് ഇളക്കി എടുക്കണേ. അതിനുശേഷം ഒന്ന് തിളയ്ക്കാൻ വെക്കണം. ലിഡ് അടച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിളപ്പിച്ചെടുക്കാൻ പറ്റും. ഇത് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർക്കുന്നത്. ഏതായാലും നമ്മുടെ ഗ്രേവി ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ കാണുന്നുണ്ട്. ഈ ഗ്രേവിനെ നമുക്ക് വീണ്ടും ഒന്നുകൂടി ഇളക്കാം. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ. നമ്മുടെ വെറൈറ്റി ചിക്കൻ കറിയുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് കൂടെ ചേർക്കുവാണ്. ചിക്കൻ കഷ്ണം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാവേ. എല്ലില്ലാത്തതായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടുവേ ഈ ചിക്കനെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തപ്പോഴത്തേക്കും ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയത് കൊണ്ടാണ് ഗ്രേവി അല്പം ലൂസായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം തുറന്ന് വെച്ച് വീണ്ടും ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാവേ. അപ്പോഴത്തേക്ക് ഗ്രേവിയൊക്കെ നല്ല പാകത്തിന് തിക്കായിക്കോളും. നമ്മൾ ഈ ചെയ്യുന്നത് അല്പം സ്പൈസിയായ ചിക്കൻ കറിയാണ്. അതുകൊണ്ടാണ് അവസാനം ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ ചേർക്കുന്നത്. അതുപോലെ തന്നെ കസൂരി മേത്തിയും നല്ലൊരു മണത്തിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ വ്യത്യസ്തമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. സീ ലേറ്റർ.